ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് എൻ്റെ സഞ്ജിത്തിൻ്റെ ഒരു സെലസ്റ്റി 2025 എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ എന്താണ് സഞ്ജിത്തിനുള്ള റോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഞ്ജിത്ത് എടുത്തേക്കുന്ന കൊമേഴ്സ് ആണല്ലോ. അപ്പോൾ അവൻ കൊമേഴ്സ് മാത്രമല്ല, കൊമേഴ്സ് ഫാഷനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കൊമേഴ്സ് ഫാഷനിലുള്ള കുട്ടികൾക്ക് സെലസ്റ്റിയിൽ ഫാഷൻ പരേഡിന് പങ്കെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ സെലക്ഷൻ കിട്ടിയതിൽ സഞ്ജിത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഞ്ജിത്തിൻ്റെ കൂടെ തന്നെ സഞ്ജിത്തിൻ്റെ ഫ്രണ്ട്സ് ഒരു 4 പേരുണ്ടായിരുന്നു. അല്ലാതെ സ്കൂളിലെ മറ്റുള്ള കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഡാൻസ് കോമ്പറ്റീഷൻസ്, മറ്റ് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സഞ്ജിത്തിൻ്റെ കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ ഞാൻ ഇവിടെ കുട്ടികളുടെ കൂടെ കഴിഞ്ഞ ദിവസം ഫുള്ളുണ്ടായിരുന്നു, ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. കാരണം എനിക്കിതൊക്കെ കാണാനും ഭയങ്കര എൻകറേജ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, സത്യം പറഞ്ഞാൽ. കാരണം എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ ഇങ്ങനെയൊന്നും പരിപാടിക്കൊന്നും പോയിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഞാൻ യൂത്ത് ഫെസ്റ്റിവൽ, സംസ്ഥാന യുവജനോത്സവം എല്ലാത്തിനും പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു പ്രൊഫഷൻ, ഈ ഒരു മോഡലിങ് കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ അധികമായിട്ടൊന്നും നമ്മുടെ ആ ഒരു ടൈമിലൊന്നും ഇല്ല ഈ സംഭവം അധികമായിട്ട്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് അന്ന് ഭയങ്കര ഷൈയൊക്കെ ആയിരുന്നു. സ്റ്റേജ് അപ്പിയറൻസിൽ വരുന്ന ഒരു നാണം ഇതൊക്കെ ഉള്ളത് കൊണ്ട് അന്ന് എനിക്കിതിലൊന്നും പങ്കെടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ പ്രാക്ടീസ് സമയത്ത് ഞാൻ കുട്ടികൾ കുറേ അങ്ങ് പറഞ്ഞായിരുന്നു, എന്താ നിങ്ങളിങ്ങനെ ചെയ്യുന്ന, മറ്റേതാ പറിച്ചതാ അതൊക്കെ പറഞ്ഞ് ഞാൻ കുറേ അങ്ങ് പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഇവരുടെ സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടല്ലോ, എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ച്. ഞാൻ അപ്പം മറ്റേ ശശി ആയതുപോലെയാണ് ഞാൻ അവിടെ ഇരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ആ ഒരു സ്ട്രക്ചർ, ഒരു വാക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞാനങ്ങ് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. ഭയങ്കര എക്സലൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. ഞാൻ കണ്ടോണ്ടിരുന്ന ഞാൻ തന്നെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. ഈ പരിപാടിക്ക് എനിക്ക് പോയി നേരിട്ട് കാണാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഇത് സ്കൂളിലെ കുട്ടികൾ മാത്രമേ ആ ഒരു ഏരിയയിൽ കാണത്തുള്ളൂ. പാരൻസിനൊന്നും അവിടെ അലൗഡ് അല്ല. അപ്പോൾ വീഡിയോസൊക്കെ കിട്ടി, അതിൻ്റെ വീഡിയോസാണ് ഞാനതിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ സഞ്ജിത്ത് ഒരു 7 മണിയൊക്കെ ആയിട്ടും എനിക്ക് അനൗൺസ് വന്നിട്ടില്ലായിരുന്നു, സഞ്ജിത്ത് വിളിച്ചിട്ടില്ലായിരുന്നു പ്രൈസ് അനൗൺസ് ആയോ എന്നുള്ളത്. ഉച്ചയ്ക്ക് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ അമ്മ കഴിച്ചോ എന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കഴിച്ചോ, മോൻ കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അല്ലമ്മ ഞാൻ കഴിക്കാനിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഒരു രാത്രി 7:45 ആയപ്പോൾ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. പിന്നെ ഇവർക്ക് അവിടെ DJ ബാൻഡിൻ്റെ മ്യൂസിക് ഉണ്ടായിരുന്നു, വയലിൻ്റെ പരിപാടീസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് എന്താ അല്ലേ, ഈ ഇത്രയും വൈബൊന്നും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും ഒന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഭയങ്കര അടക്കവും ഒതുക്കമൊക്കെ ഉള്ള, ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു സ്റ്റാച്ചു മാതിരി നമ്മുടെയൊക്കെ സ്കൂളിൽ ഇങ്ങനെയൊക്കെ ഇരിക്കണം. സന്തോഷിച്ച് നമ്മളങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഓക്കെ, അത് ഓരോ കാലഘട്ടം എത്തുമ്പോൾ ഓരോ രീതിയാണല്ലോ എന്നാൽ ഇതൊക്കെ കാണാനും നമുക്ക് നമ്മുടെ മക്കളിലൂടെ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എന്ത് പറ്റിയില്ലെങ്കിലും നമ്മുടെ മക്കളിലൂടെ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9 മണിയായി കുട്ടികൾ സ്കൂളിലോട്ട് വന്നപ്പോൾ. ഞാനൊരു 8:45 ആയപ്പോൾ തന്നെ ഞാൻ സ്കൂളിലോട്ട് പോയി. അവിടെ കുറേ നേരം ഇരുന്നു വണ്ടിയിൽ. പിന്നെ 8:45 ആയപ്പോൾ അവർ വന്നിറങ്ങിയത് ബസ്സിൽ ഇങ്ങനെ എന്താ പറയുക, ആർപ്പോ ഉയപ്പോ ഒക്കെ വിളിച്ചിട്ടൊക്കെയാണ്, ഭയങ്കര ബഹളത്തോട് കൂടിയിട്ടാണ് വന്നിറങ്ങിയത് തന്നെ. അവരുടെ വരവ് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂടെ തന്നെ പ്രാക്ടീസിന് അന്ന് പോയപ്പോൾ ഉണ്ടായിരുന്ന കുട്ടികളുടെ പാരൻസും മറ്റ് പാരൻസുകളും സ്കൂളിലെ മറ്റ് ടീച്ചേഴ്സുകളും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഓടി വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളെല്ലാവരും എല്ലാവരുടെ മുഖത്തും ഒരു ചിരി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അല്ലേ. ജയിക്കുമ്പോൾ പക്ഷെ ഒരു തോൽവിയാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക അല്ലേ, നമ്മളെ ജസ്റ്റ്
എന്നാലും ഞാനത് പോട്ടേന്ന് ഞാൻ പറയത്തുള്ളൂ. എൻ്റെ എല്ലാ മക്കളും എന്നെ ഓടി വന്നിട്ട് ആൻറ്റി ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയേന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അവരവരുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തു. കാരണം ആ പ്രൈസ് കിട്ടിയതിൻ്റെ അവർക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ പാരൻസ് കുറച്ച് മാറിയൊക്കെ നിന്ന് കൊടുത്തു. അവർ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അവർക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പാണ് കിട്ടിയത് കേട്ടോ. അതിന് വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ, എന്താ ഹാപ്പി അല്ലേ. എന്നും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാ വിശ്വാസവും ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പം ടാറ്റാ ബൈ. ഓക്കെ, സീ യു.